കഥ ചുരണ്ടുന്നതിൽ അയാൾക്ക് ഒരു പങ്കും കാണില്ല എന്ന് താങ്കൾ വിശ്വസിക്കണം. ഒരു കഥ സ്വന്തമായോ മറ്റൊരാളിൽ നിന്നും വാങ്ങിയോ ചുരണ്ടിയോ ഒക്കെ എടുത്ത ശേഷം അതിനെ സിനിമാറ്റിക്കായി മാറ്റി തിരക്കഥയുടെ വള്ളേനുണ്ടാക്കിയ ശേഷമാകും ഈ കഥ ഇന്നയാൾ ചെയ്താൽ നന്നാവും എന്ന് നിശ്ചയിക്കുക. ഒരു നായകൻ്റെ ഡേറ്റ് ഉറപ്പാക്കിയ ശേഷം അയാൾക്ക് പറ്റിയ കഥ അന്വേഷിക്കലും ആകാം. ഇത് രണ്ടുമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ നടന് മോഷണ പങ്ക് വരാറില്ല. വനിതയിൽ വന്ന ഒരു അഭിമുഖം അടിച്ചുമാറ്റി ബ്ലസി തന്മാത്ര ചെയ്യുമ്പോൾ മോഹൻലാലിന് അതിൽ പങ്കില്ല എന്നതുപോലെയാണ് ശ്രീലേഖ മാഡത്തിൻ്റെ കഥ അടിച്ചു മാറ്റിയെങ്കിൽ അതിൽ ഷൈൻ നിഗത്തിനും പങ്കില്ല, ഉറപ്പ്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് അയാളെ ധൈര്യമായിട്ട് അനുജനെ പോലെ കാണാം. അതുകൊണ്ട് തന്നെ അവനെ വെറുക്കണ്ട. പിന്നെ കഥ മോഷണം, വെള്ളം ഒഴുകി പോയിട്ട് ചിറ കെട്ടിയിട്ട് ഒരു കാര്യവും വരാനില്ല, അത് പോട്ടെ എന്ന് വയ്ക്കുക എന്ന് മാത്രമേ എനിക്ക് മാഡത്തിനോട് പറയാനുള്ളൂ. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങള് ബാലൻ സിനിമ ഉണ്ടായിരുന്നു, അതൊന്ന് കാണണം. അടിപൊളി പടം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് ഇപ്പം ഈ ഭൂതകാലം എന്ന് പറഞ്ഞൊരു പടം പണ്ട് ഇറങ്ങിയിട്ടുണ്ട്, അറിയാമോ? നമ്മുടെ രേവതിയും പിന്നെ നമ്മുടെ ഷൈനികവും ഒക്കെ അഭിനയിച്ചൊരു പടം. അപ്പൊ ഈ ശ്രീലേഖ IPS എന്ന് പറയുന്ന പുള്ളിക്കാരി ഇപ്പം പറയുന്നത് തന്റെ കഥ ചുരണ്ടി അല്ലെങ്കിൽ അടിച്ചു മാറ്റി എടുത്ത സിനിമ ആണ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സിനിമ പിന്നെ സത്യം പറയാൻ അവാർഡൊക്കെ മേടിച്ച ഒരു പടമാണ്, ഒരു മൂവിയാണ്. അപ്പൊ ശ്രീലേഖ IPS ഇപ്പോഴാണ് അതിനെക്കുറിച്ച് 2021 എന്തോ ഇവര് ഈ ഒരു പടത്തിന് വേണ്ടി ഇവര് ഈ കഥ പബ്ലിഷ് ചെയ്തു. 2022 ഈ മൂവി ഇറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ കഥയാണ് എന്ന് ഇപ്പൊ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ. സത്യം അങ്ങനെ ഉണ്ടെങ്കിൽ തെരഞ്ഞു വരട്ടെ. എന്തായാലും സിനിമയിൽ കുറച്ച് ചിരണ്ടലും പിടിക്കലും ഒക്കെ ഉണ്ടേ. അല്ല അതിപ്പം ഭാവന കലാകാലന്മാരൊക്കെ എവിടെ ഇരിക്കുന്നത്? അങ്ങനെയുള്ളവരും ഉണ്ട്, ഇല്ലെന്നല്ല കേട്ടോ. ഇച്ചിരിയൊക്കെ ചിരണ്ട് ക്ഷമിച്ചേരല്ല മേഡം, ക്ഷമിച്ചേരാ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മുടെയൊക്കെ താത്വിക ആചാര്യനായ റിയാഷൻ രംഗത്തെ കിരീടം വെക്കാട്ടെ രാജാവ് ശാന്തിയുടെ ദിനേശ് ചേട്ടൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്, അല്ലെ അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കി തരുന്നുണ്ട്. അപ്പൊ അതെന്റെ കണ്ണിൽപ്പെട്ട് അപ്പൊ നമുക്കറിയാമല്ലോ, ശാന്തിയുടെ ഇഷ്ടപ്പെട്ട നമ്മുടെ ടോക്കുകളൊക്കെ നമ്മുടെ ചാനലുകൾ കാണിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് പുള്ളിയുടെ അഭിപ്രായം ഒന്ന് കേട്ടിട്ട് വരാം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് പറയട്ടെ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഇവിടെ പരിഗണിക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് കാണാം. പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് വിളിച്ച DGP ഇപ്പോൾ ഇതാ ഒരു പുതിയ പരാതി ഉന്നയിക്കുന്നു. ഞാൻ എഴുതിയ 2 കഥകൾ ചുരണ്ടി ഷൈൻ നിഗം നായകനായ 2 സിനിമകൾ ചെയ്തു. വിത്ത് പ്രൂഫോടെയാണ് DGP റിട്ടേണിൻ്റെ വരവ്. ഒരു വാരികയിൽ താൻ എഴുതി പ്രസിദ്ധീകരിച്ച കരുകുടി പോലീസ് സ്റ്റേഷൻ എന്ന കഥ ചുരണ്ടിയതാണ് ഷൈൻ നിഗത്തിൻ്റെ പുതിയ പടമായ ദൃഢം. പോലീസ് പുല്ലായതിനാൽ പരാതി സ്റ്റേഷനിലൊന്നും കൊടുത്തില്ല, തൻ്റെ ഫേസ്ബുക്കിലിട്ട് പരസ്യമാക്കി. ശ്രവണകഥയായി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ കഥ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും റിട്ടയർഡ് DGP പറയുന്നു. ശ്രവണകഥ ശ്രദ്ധിച്ച ഏതെങ്കിലും ഒരുത്തൻ പണി കൊടുത്തതാകണം മാഡത്തിന്. കഥയുടെ ലിങ്കും ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. രാഹുൽ സദാശിവൻ എന്ന ഹൊറർ പ്രേത സിനിമാ സ്പെഷ്യലിസ്റ്റ് ഷൈൻ നിഗത്തിനെ നായകനാക്കി അവതരിപ്പിച്ച സിനിമയാണല്ലോ ഭൂതകാലം. ആ സിനിമയുടെ കഥ ഭൂതഭവനം എന്ന പേരിൽ ഞാൻ എഴുതിയ കഥയാണ് ചുരണ്ടിയത് എന്നും അവർ പറയുന്നു. അപ്പോൾ 2 ഷൈൻ നിഗത്തിൻ്റെ പടവും ശ്രീലേഖ മാഡത്തിൻ്റെ കഥ ചുരണ്ടിയതാണ്. താൻ ചാനലിൽ പറഞ്ഞ അനുഭവകഥയെ ഭംഗിയായി മോഷ്ടിച്ചതാണ് രാഹുൽ സദാശിവൻ എന്ന് അവർ പറയുന്നു. ആ കഥയുടെ ലിങ്കും ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന അവാർഡുകൾ ഉൾപ്പെടെ നേടിയ 2022 ഇറങ്ങിയ സിനിമയാണല്ലോ ഭൂതകാലം. 2021 ഒക്ടോബറിൽ ശ്രീലേഖ മാഡം ചാനലിൽ പറഞ്ഞ കഥ 2022 ചൂടപ്പം പോലെ പുറത്തു വന്നു, സിനിമയായി. പറവ എന്ന് പറഞ്ഞ നല്ല സിനിമയുണ്ടല്ലോ സൗബിൻ്റെ, പറവ കണ്ട കാലം മുതൽ ഈ 2 സിനിമയിലും നായകനായ ഷൈൻ നിഗത്തെ മാഡത്തിന് ഇഷ്ടമാണ്. അതിനൊരു കാരണമുണ്ട്. തന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന മുഹമ്മദ് എന്ന കുഞ്ഞു സഹോദരനായി കണ്ടിരുന്ന ആളുമായി ഷൈൻ നിഗത്തിന് രൂപസാദൃശ്യമുണ്ട്. അപ്പോൾ അവർക്ക് ഈ കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ ആളിനെ കൊച്ചനുജനായിട്ടാണ് സർവീസിൽ നിന്നപ്പോൾ അവർ കണ്ടിരുന്നത്. അയാളുമായിട്ട് നല്ല സാമ്യം, പ്രത്യേകിച്ച് യൂണിഫോം ഇട്ട് നിന്നപ്പോൾ മുഹമ്മദിനെ പോലെ തോന്നുന്നു ഷൈൻ നിഗത്തിന്. അതാണ് ഷൈനിനെ ഇഷ്ടം. കോശേരി മാവിൻ തൈ, ശുദ്ധമായ തേന്, ശുദ്ധമായ നെയ്യ് ഒക്കെ സമ്മാനിച്ചിരുന്ന മുഹമ്മദിനെ കാണുന്നത് പോലെയാണ് ഷൈൻ നിഗത്തെയും യൂണിഫോമിൽ കാണുമ്പോൾ ശ്രീലേഖ IPSന് തോന്നാറ് എന്ന് അവർ തുറന്ന് പറയുന്നു. ബേസിക് അടിസ്ഥാനപരമായി അവരൊരു പാവമായിരിക്കാം. ഷൈൻ നിഗത്തെ അനുജനായി തന്നെ കണ്ടോളൂ മാഡം, കാരണം കഥ ചുരണ്ടുന്നതിൽ അയാൾക്ക് ഒരു പങ്കും കാണില്ല എന്ന് താങ്കൾ വിശ്വസിക്കണം. ഒരു കഥ സ്വന്തമായോ മറ്റൊരാളിൽ നിന്നും വാങ്ങിയോ ചുരണ്ടിയോ ഒക്കെ എടുത്ത ശേഷം അതിനെ സിനിമാറ്റിക്കായി മാറ്റി തിരക്കഥയുടെ വള്ളേനുണ്ടാക്കിയ ശേഷമാകും ഈ കഥ ഇന്നയാൾ ചെയ്താൽ നന്നാവും എന്ന് നിശ്ചയിക്കുക. ഒരു നായകൻ്റെ ഡേറ്റ് ഉറപ്പാക്കിയ ശേഷം അയാൾക്ക് പറ്റിയ കഥ അന്വേഷിക്കലും ആകാം. ഇത് രണ്ടുമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ നടന് മോഷണ പങ്ക് വരാറില്ല. വനിതയിൽ വന്ന ഒരു അഭിമുഖം അടിച്ചുമാറ്റി ബ്ലസി തന്മാത്ര ചെയ്യുമ്പോൾ മോഹൻലാലിന് അതിൽ പങ്കില്ല എന്നതുപോലെയാണ് ശ്രീലേഖ മാഡത്തിൻ്റെ കഥ അടിച്ചു മാറ്റിയെങ്കിൽ അതിൽ ഷൈൻ നിഗത്തിനും പങ്കില്ല, ഉറപ്പ്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് അയാളെ ധൈര്യമായിട്ട് അനുജനെ പോലെ കാണാം. അതുകൊണ്ട് തന്നെ അവനെ വെറുക്കണ്ട. പിന്നെ കഥ മോഷണം, വെള്ളം ഒഴുകി പോയിട്ട്
ചിറ കെട്ടിയിട്ട് ഒരു കാര്യവും വരാനില്ല, അത് പോട്ടെ എന്ന് വയ്ക്കുക എന്ന് മാത്രമേ എനിക്ക് മാഡത്തിനോട് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മനസ്സിൽ തികട്ടി വരുന്ന ഒരു കാര്യം കൂടി പറയാൻ പറ്റിയ സമയമായതുകൊണ്ട് ഞാൻ അതും കൂടി പറയാണ്. രാഷ്ട്രീയം. അപ്പൊ നിങ്ങൾക്ക് എന്തോ തോന്നുന്നു, ഇത് ചിരണ്ടിയ കഥ തന്നെ ആണോ? അത് നമുക്ക് എങ്ങനെ പറയാനോ ഇല്ലയോ? ഈ സിനിമാ രംഗത്ത് ഇപ്പൊ കഥ ചേരണ്ടലും അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എടുക്കലും ഒന്നും പുത്തരിയല്ല. അതിപ്പോ ഇവരുടെ കഥയാണ് എന്ന് പറഞ്ഞ് ഇനിയിപ്പോ പടം ഇറങ്ങി അതൊക്കെ പോവുകയും ചെയ്തു. അന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ അതിനൊരു മീഡിയ അറ്റൻഷനും കാര്യങ്ങളൊക്കെ കിട്ടിയത്. എനിവേ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തായിരുന്നാലും ഇപ്പൊ ഈ ഷൈനികത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് എന്നാണ് നമ്മുടെ IPS മേഡം പറയുന്നത് കേട്ടോ. ഷൈനികം അവരുടെ കൂടെ ജോലി ചെയ്തൊരു വ്യക്തിയെ പോലെ കാണാനുണ്ട്, അതുകൊണ്ട് അവർക്ക് വളരെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യം. ചേച്ചി ഇപ്പോഴെങ്കിലും, അല്ല ചേച്ചിയല്ല മേഡം, ഇപ്പോഴെങ്കിലും ഒരാളെങ്കിലും ഇഷ്ടമാണ് എന്ന് പറഞ്ഞല്ലോ. ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ പാവമായിരിക്കാം. പിന്നെ ഈ പറയുന്നത് പോലെയൊക്കെ രാഷ്ട്രീയപരമായൊക്കെ വരുമ്പോൾ എന്തോലും പറയുന്നതായിരിക്കാം. അതെന്തോലും ആവട്ടെ. അപ്പൊ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നാലും ഒന്ന് പറയുക. നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് വേറൊരു ടോപ്പിക്കും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം കമന്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അടിക്കേണ്ട, പറഞ്ഞു. എല്ലാം നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പൊ പരമാവധി തെറിയൊക്കെ വിളിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. പറ്റുന്നവർ ഒന്ന് കമന്റ് ചെയ്യും. പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുന്നതിനെ പരിഗണിക്കുക. അപ്പൊ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും നന്ദി കൂട്ടുകാരെ. ബൈ, താങ്ക് യു.